ഹലോ, അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കൊറേ ആയി വീഡിയോന് മുന്നിലെത്തിയിട്ട് അല്ലേ? ഒരു മാസത്തിന്റെ അടുത്തായിണ്ടാവും വീഡിയോസ് കറക്റ്റിൽ പോയിട്ട്. ഒരു മാസം 2 മാസം കറക്റ്റ് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റാതെ ആയിട്ട് സത്യം പറഞ്ഞ അറിയാലോ, പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചലും പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആവണം. നമുക്ക് അപ്പോഴേക്കും അമ്മ ഓക്കെ അല്ല ശരിക്കും പറഞ്ഞ. അച്ഛൻ പിന്നെ പണികളുടെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ മൈൻഡുകളും മാറ്റും പോകുന്നുണ്ട്. പക്ഷെ ഒരമ്മയ്ക്ക് ഒരമ്മനാകുന്ന അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അമ്മ ഓക്കെ അല്ല. അമ്മേനെ കുറ്റം പറയുന്നില്ല. ഇല്ല, അമ്മയുടെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഒരു അമ്മയാണ്. എനിക്ക് എൻ്റെ മോളെ എന്ന് ചേർക്കുമ്പോൾ എനിക്ക് വിഷമം. ഇനിയിപ്പോൾ ഇതിന് ആരും പറയണ നീ തെറ്റിയതല്ലേ, ഞാൻ അതൊന്നും അറിയണം. അന്ന് ഞാനൊരു അമ്മയായിരുന്നില്ല, ഞാൻ എപ്പോഴും ഒരു അമ്മയായിരുന്നു. ഇപ്പോഴാണ് ഒരു അമ്മേനായിരുന്നു എന്താണെന്ന് ഞാൻ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു അമ്മയാവും അതിൻ്റെ വേദനയെ കുറിച്ച് പറഞ്ഞ് ഒരിക്കലും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി ആ ചോദ്യം കൊണ്ട് വരല്ലേ. ഞാൻ കല്യാണം 2 വർഷമായി, 2.5 വർഷമായി. അപ്പോൾ അമ്മ ഓക്കെ അല്ല. അപ്പോൾ കുറച്ച് ദിവസം അമ്മയച്ഛനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെള്ളം കുറവാണ്. പിന്നെ വീട്ടിൽ പണി നടക്കുമ്പോൾ അവിടെ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇപ്പം അവിടെയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാം കൂടി അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്ന നേരത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും അല്ലേ. രാത്രി കിടക്കുമ്പോൾ അച്ഛനും അമ്മയും കുണിക്കും അവിടെയാണ്, കുണിക്കാൻ ഞങ്ങളുടെ കൂടെയാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് പോകും. അങ്ങനെ എപ്പോഴും പോക്കുവരവാണ്. അവിടെ പോയി അമ്മയുടെ അടുത്ത് കുറച്ചായിരിക്കും. അമ്മ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ഇരിക്കും. അങ്ങനെ ടൈം പോയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഇടാനോ പറ്റുന്നില്ല. വരും. ഇനിയിപ്പോ വീട്ടിൽ കുറച്ചുകൂടി തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പഴയ ഇതിലേക്ക് ആവും. വേറെ ഇതൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ടായിരുന്നു 2 ദിവസമായി തോന്നുന്നു. 2 ദിവസമായി. അപ്പൊ അതിനുള്ള ഉത്തരം തരണ്ടേ? ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണ്ട, അതിന്റെ പോലും നമുക്ക് പറ്റാറില്ല. സോറി കേട്ടാ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് കാരണം പലരുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു എന്താ കൺമണിയോ അതിനാണെങ്കിൽ ഒരു പെണ്ണോ ആണോ എനിക്കറിയില്ല, എന്തായാലും നമ്മൾ നെഗറ്റീവാണ്. അവൾ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ വേണ്ടാത്ത 2 ആൾക്കാരുടെ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കമൻറ്റിലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തത്. അതിൽ അവളും മെൻഷൻ ചെയ്തൊരു കേസ് ഞാൻ റൂം എടുത്തു, ഓക്കെ. ബാക്കിയുള്ളവരുടെ കേസ് അതെനിക്ക് എടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോയിൽ കണ്ടില്ല അവരെന്താ ചെയ്തത്. എനിക്ക് അതുകൊണ്ട് തന്നെ ആ കമൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ തെറ്റിയതുകൊണ്ടല്ലേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റിയതുണ്ടെന്ന് എനിക്കറിയാമല്ലോ. നമുക്ക് എല്ലാവരും ബോധിപ്പിക്കുക വെച്ചാൽ നടക്കില്ല ലൈഫിൽ. നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഞാൻ തെറ്റിയതല്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ കൂടെ നിൽക്കണവരൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ എന്ത് തെറ്റിയാനാ. പിന്നെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് സ്വത്തിന് വേണ്ടിയിട്ടാണ് അതാന്നൊക്കെ ക്വസ്റ്റ്യൻസിലുണ്ടല്ലേ. അത് അപ്പ പറയാം. എന്തായാലും ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. എങ്ങനെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ? കുറെ ഇതായില്ലേ, എന്തായാലും കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ വ്ളോഗിലേക്ക് എടുത്തിടാൻ ഇഷ്ടമില്ലാത്ത മെയിൻ ടോപ്പിക്കുകളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ആയില്ലേ? അച്ഛനമ്മയും ഒക്കെ ആയില്ലേ? അവര് ഓക്കെ ആയി വരണു. കാരണം അറിയാലോ, ഇടയിൽ തനിക്ക് വന്ന നെഗറ്റീവ് കണ്ടു. എങ്ങനെ അതെല്ലാം തരണം ചെയ്തു? ഞാൻ പറഞ്ഞേ, നമ്മൾ തെറ്റിയതിൽ പേടിക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായതാ. ഇതിനെക്കാട്ടി ഇതൊന്നും ഒന്നുമല്ല അല്ലേ, ഇതൊന്നും ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ വലിയ ഇടിമിന്നലും മഴയും കൊണ്ടിട്ട് ചാറൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങളുള്ള ആരും ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. അത് ആയ സ്പീഡിൽ തന്നെ ഞങ്ങൾ പോകുള്ളൂ. പേടിച്ചിരിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവർ പറയും പേടിച്ച് ഒളിച്ചു ഓടിയാണ് മടിയാണ്. ഒരു തേങ്ങയില്ല കേട്ടോ അങ്ങനത്തെ കേസിൽ. നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. ഞങ്ങൾ ശരിക്കും കമന്റ് ചെയ്യുന്നവർക്ക് ഇരുന്ന് ചിന്തിച്ചറിയാം. ഇതില് എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ട് ഒരു ഉപകാരം. അതാണ് എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക്
പിന്നെ എന്റെ പേര് എനിക്ക് തേങ്ങിക്ക ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടെ, എനിക്ക് അസൂയ എന്താവശ്യം എന്താവശ്യം ഞാൻ ചോദിക്കണേ, എന്ത് കാര്യത്തിനാണ് എനിക്ക് പലരോടും അസൂയ തോന്നേണ്ടത്? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണ്? വലിയ വീട് കണ്ടിട്ടാണോ, അല്ലെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണോ, സൗന്ദര്യം കണ്ടിട്ടാണോ? എടോ പലർക്കും പല രീതിയിലാവും അല്ലേ. ഇപ്പൊ പൃഥ്വിരാജ് കോടികളുടെ സിനിമ ഇറക്കുന്നുണ്ട്, എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെ ആവോ? ഞാൻ പടം കാണാതിരിക്കുന്നുണ്ട്. ഇവിടെ ലൈഫില് പലരും പല രീതിയിലാണ്. അത് എനിക്ക് ഓക്കെയാണ്, ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്ന ആളാണ്. അത് എന്താ പറയാ, മറ്റുള്ളവർ അതാണ്, അതിൽ എനിക്ക് അസൂയപ്പെടേണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കൺഗ്രാറ്റ്സ് പറയേണ്ടത് കൺഗ്രാറ്റ്സ് പറയും, സോറി പറയേണ്ടത് സോറി പറയും, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അയ്യോ ഞാൻ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ലാതെ അസൂയ എന്ത് ഈ ചോദിക്കണവർക്കും കേൾക്കണവർക്കും പൊട്ടന്മാരാണോ അറിയാത്തോണ്ട് ചോദിക്കണേ? ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങള് കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോ ഞങ്ങളിപ്പോ സ്വർഗത്തില. ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസം കാലഘട്ടം ഞങ്ങൾ പിന്നോട്ട് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സ്വർഗത്തിലാണ്. ഞാൻ വന്ന വഴി മറക്കണവരല്ല ഞങ്ങൾ രണ്ടാളും. എന്നും ഓരോ ദിവസം പോലെ ഞങ്ങൾ പണ്ടത്തെ ആലോചിക്കാത്തവരല്ല. ഞങ്ങൾ എന്നും ഇത് പറയണവര് വിചാരം ഞങ്ങളിപ്പോ ഇപ്പോഴും പറയണം, ഞങ്ങൾ എന്ത് ചെയ്യാണെങ്കിലും ഞങ്ങൾ രണ്ടാളെ തീരുമാനത്തിലേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ പോലും ഞങ്ങൾ തീരുമാനം എടുക്കും, വേണോ വേണ്ടേ. ഞങ്ങൾ രണ്ടാളും ഞങ്ങള് തീരുമാനം എടുത്തോണ്ട് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഞങ്ങളെ കൂടെ ഉള്ളത് ഇല്ലേ. അത് ഞങ്ങളുടെ എഫേർട്ട് തന്നെയാണ്. വേറെ ഒരാളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടും ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടും അല്ല ഞങ്ങൾ ചെയ്തത്. ഒരു പൊന്നു ഇറങ്ങുമ്പോഴായാലും അവളുടെ ആ എടുത്ത ഡ്രസ്സ് അല്ലാതെ വേറൊരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അസൂയപ്പെട, അതൊക്കെ കുഞ്ഞു കുട്ടികളോട് പറയണ പോലെ റബ്ബർ പുതിയത് കൊണ്ടുവന്നു, പെൻസിൽ പുതിയത്, അങ്ങനത്തെവരോട് പോയിട്ട് പറയണം ഈ അസൂയ. ഞങ്ങൾക്ക് ആ പരിപാടി ഇല്ല. ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയും. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണതിൽ ഒരു തെറ്റ് ഞാൻ കാണണമെന്നില്ല. എന്താവശ്യത്തിനാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അസൂയപ്പെടേണ്ടത്? എന്താ കാര്യം ചോദിക്കുന്നതിന് ഇവർ പറയുന്നുണ്ട് അസൂയാണ് അസൂയാണ്, എന്താ കാര്യം അതാദ്യം അറിയണ്ടേ. ഫാമിലി പിന്നെ ഫാമിലി കൂടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഇല്ല. എന്താ ഫാമിലി ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കണില്ലേ? ഒരുപാട് കട്ടുപാടുകൾ ഞങ്ങൾക്ക് ഒരാളടുത്ത് ഇതിപ്പോ പറച്ചിലൊരു ഫുള്ള് ഞങ്ങളുടെ കുറ്റങ്ങള്, ഞങ്ങൾക്ക് അസൂയാണ്, ഞങ്ങൾക്ക് ഒരു തേങ്ങയില്ല. ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അത് മനസ്സിലാക്കുമ്പോ വന്നാൽ മതി. ഫാമിലിയും കാര്യങ്ങളും അല്ലാതെ അല്ലാതെ കൂടെ നിൽക്കണ ഫാമിലി കുറ്റം പറഞ്ഞിട്ടോ അത് ചീത്ത പറഞ്ഞിട്ടോ അവരെ തിരിഞ്ഞിരിക്കുമ്പോ കുറ്റം പറയാ, അല്ലെങ്കിൽ കൂടെ വെക്കുമ്പോ ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസിലൊന്നും വെറുതെ കമന്റ് ഇടുന്നോളും കമന്റോളികൾക്കും ഒരു കാര്യമില്ല എന്ന് തന്നെ പറയുന്നത്. യൂട്യൂബ് വീഡിയോസും ഷോർട്സും റീച്ച് ആവാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? ടിപ്പൊന്നുമില്ല സത്യം പറഞ്ഞാൽ. വീഡിയോസ് ഇടുക, ഞങ്ങളിപ്പോ വീഡിയോസ് ഒക്കെ കുറഞ്ഞു, ഞങ്ങളുടെ ഇത് കുറഞ്ഞു. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി കൂടുള്ളൂ. ഒരാളും ഇതാക്കില്ല. പിന്നെ ചിലവരൊക്കെ കിട്ടിയ സമയം യൂസ് ചെയ്യണവരും ഉണ്ട്. ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് അറിയണം, അത് സോൾവ് ചെയ്യാനും നമുക്ക് അറിയണം. അങ്ങനത്തെവരൊക്കെ പിന്നെ ജീവിച്ചു പോകും. അപ്പൊ അതൊന്നും ഇതില്ല. നമ്മളെപ്പോഴും നമ്മളെ ഹാർഡ് വർക്ക് തന്നെയാണ് വീഡിയോസ് ഒക്കെ കയറുന്നത്. എഫേർട്ട് എടുക്കുക, മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനുള്ളൊന്നുമില്ല. എൻ്റെ മൈൻഡ് എനിക്ക് വല്ല ടെൻഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നിലേക്കും മൈൻഡ് പോവില്ല. ഞാൻ അവിടെ അപ്പോൾ വേറെ എന്തെങ്കിലും പണികളൊക്കെ ആയിരുന്നു അങ്ങനെ പോകും. വീഡിയോ എന്ന് പറഞ്ഞാൽ മൈൻഡാണ് ഞങ്ങൾ ആദ്യം കട്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങളെ വീഡിയോസ് ഇല്ലാത്തത്. ആരും മൈൻഡ് ഇല്ലാത്തവർക്കാണ് എനിക്ക് രക്ഷപ്പെടുന്നത്. ലവ് സ്റ്റോറി പാർട്ട് 2 ഇടാമോളെ? ഇതൊക്കെ ഇപ്പിനി വന്നു കഴിഞ്ഞാൽ പൊങ്കാലിയാവും. ഇതൊക്കെ വേറെ ഭയങ്കര സംഭവം പറയാം. ടൈം ഉണ്ടല്ലോ, നമ്മൾ എവിടെയും പോണൊന്നുമില്ല. കാത്തുമ്മ നിങ്ങളുടെ എല്ലാ വീഡിയോസിലും കാണലുണ്ട്. എല്ലാം നെഗറ്റീവ്സിനും ഒക്കെ വരും. അത് മെയിൻറ്റ് ചെയ്യണ്ട. ഒരുപാട് നെഗറ്റീവ്സ് വരും. അല്ല ഒന്നും മെയിൻറ്റ് ചെയ്യണ്ട. നെഗറ്റീവ് ആയാലും ഇട്ട നല്ല രീതിയിൽ തന്നെ. നെഗറ്റീവ് ഇടുന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ, നമുക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരുടെ മേലെ അത് അടിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ.
ഇപ്പൊ ഒരാള് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് അല്ല, ആ ശരി ചെയ്തിട്ടും അത് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കണേലൊന്നും ഒരു അർത്ഥമില്ല. തെറ്റ് തന്നെയാണ്. അല്ലാതെ അതിനെ പിടിച്ചിട്ട് എങ്ങനെ നേരെ ഇരുട്ടിനെ പിടിച്ച് പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറിയണവരുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒന്നും വിഷയാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അമ്മയെ തന്നെ മിസ് ചെയ്യുന്നില്ലേ? എന്നോടായിരിക്കില്ല, എന്റെ അമ്മേന്റെ കൂടെ എനിക്ക് മിസ് ചെയ്യേണ്ട മിസ് ചെയ്യണൊക്കെ ഉണ്ട്. എന്താ എന്റെ അമ്മേനല്ലേ, എനിക്ക് എന്റെ അമ്മേനെ കാണണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പലരും ഉണ്ട്. എൻ്റെ അപ്പം മരിച്ചതിന്റെ കേസിലും എല്ലാ കാര്യങ്ങളും ബന്ധക്കാരന് പുറമെ നാട്ടുകാർക്കാണ് എന്താ പറയുന്നേ ഉക്രാണം കൂടുതല്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ അപ്പൻ്റെ അടുത്ത് കല്ലറയെ പോണതും അമ്മയ്ക്കൊന്നും കൊടുക്കില്ല. ഇതോ ഞാൻ പറഞ്ഞേ അത്ര ദണ്ണുണ്ടെ നിങ്ങൾ ചെയ്യുക കാര്യങ്ങള്. ഇത് സ്വന്തം വീട്ടിലത്തെ സ്വന്തം കാലം മന്ദം കാലമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണ വലിയ നല്ല സ്വഭാവം ഒന്നല്ല അത്. എനിക്ക് ഏറ്റവും അറിയണ പേഴ്സണലി അറിയണേ അപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുണ്ട്. ആളെ ഭാര്യ എന്നിട്ട് നല്ല പുള്ളി ചമയ്യ. ഇപ്പളെ ഞാൻ അറിഞ്ഞേ അതിന്റെ മോള് ഒളിച്ചോടി, എന്താണ് നമ്മൾ ഒളിച്ചോടിനെ കുറ്റം പറയുന്നത്? അത് ഹിന്ദു ചെക്കന്റെ കൂടെ എന്നിട്ടാണ് എനിക്ക് ഒളിച്ചോട്ടം അതോ മതം ഇതൊന്നും പ്രശ്നമല്ല, അവരെ മോള് തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയാൻ വരുന്നത്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ട് മറ്റോന് മഞ്ഞപ്പിത്താന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ എന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കേസ്, ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല അത് പറഞ്ഞ സ്വന്തം കാര്യം ചേച്ചി ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും. അതിന് ബേബിയോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. കണ്ടാ ഞാൻ ആളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. മറ്റവന്റെ വീട്ടിൽ എന്താ ചെയ്യണേ, മറ്റവരെന്താ മറ്റുള്ളവർ കേസ് ഇടപെടാൻ പോകേണ്ട കാര്യമുണ്ടാ. മറ്റൊരു വീട്ടില് കഞ്ഞി വെച്ചിട്ടുണ്ടോ ചോറ് വെച്ചിട്ടുണ്ടോ അത് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും. അല്ലാതെ നമ്മുടെ വീട്ടില് കഞ്ഞില്ല ഒന്നുമില്ല പറഞ്ഞിട്ട് ഇവിടെ ബിരിയാണിയാണ് അവിടെ കഞ്ഞി പോലും ഇല്ല. അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങളെ മക്കളെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾ കഴിക്കും, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കുക. അല്ലാതെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് അവനങ്ങനെയാണ് എന്താ വൃത്തിയായിട്ട് പരിപാടിയൊക്കെ നിർത്തി. പണ്ടത്തെ ഈ പരദൂഷണ ടീമാ ഈ കുടുംബശ്രീ പോലത്തെ അവിടെ പോയി കുറ്റം പറഞ്ഞിട്ട് സന്തോഷം കണ്ടെത്തുന്ന ടീമുകളെ ഇതൊക്കെ കുറെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊക്കെ. അപ്പൊ അതൊന്നും വിഷയാക്കണ കേസല്ല. അടുത്ത ഷെബിന്റെ ഫാമിലിയായിട്ട് ഒട്ടും കോണ്ടാക്ട് ഇല്ലേ? ഇല്ല, ഇല്ലാത്തില്ലാന്നല്ലേ പറയുന്നത്. അടുത്ത ഷെബിന് അവരോട് അടുത്ത് പോകാറുണ്ടോ? ഇല്ല. അടുത്ത ശരിക്കും ആയിട്ടുള്ള ഈ ഇഷ്യൂ എന്താണ്? നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാറും. ഞാൻ പറഞ്ഞെ നമ്മളെ സത്യാവസ്ഥ മറിച്ചിട്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യണത് ശരിയല്ല. സത്യാവസ്ഥ ഞങ്ങളെ വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടുതൽ ആള് എന്താ സ്നേഹത്തോടെ അയച്ച മെസ്സേജ് ആണെങ്കിലും അതിൽ വീണ്ടും ഒരു അടിക്കുള്ള ചാൻസ് വെച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ ക്ലിയർ ആയി വായിക്കാം. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങളെ സത്യാവസ്ഥ ഞങ്ങള് വീഡിയോയിലൂടെ പറയാം. അപ്പൊ ഹാപ്പി നെഗറ്റീവ്സ് കുറഞ്ഞിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിൽ കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത പേരുള്ളതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് വായിക്കുന്നത്. ഞാൻ പറയാമല്ലോ, എൻ്റെ സത്യാവസ്ഥ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതൽ എനിക്ക് പറയാനില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ എനിക്ക് മറ്റാരും ബോധിപ്പിക്കുന്ന വെച്ചാൽ ഞാനൊരു ചേച്ചി എന്നുള്ളതല്ലേലും പിന്നെ ഞാൻ ഇപ്പോൾ ഫാമിലിയായിട്ട് നല്ല കുഴപ്പമില്ല നല്ല സ്നേഹത്തോടെ പോകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിൽ നാളെ അച്ഛനും ചോദിക്കില്ല നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിലും ഇപ്പം ഞങ്ങളോട് മിണ്ടുന്നില്ല എന്താ അർത്ഥമല്ലേ എന്ന് ചോദിക്കില്ലെന്ന് ഇവനോട് ചോദിച്ചു. ശരിയാണ്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്നവരോട് നമ്മൾ ഒരു കാര്യം മറച്ചെങ്കിൽ ശരിയല്ല, അവരെ ബാധിക്കുന്ന കേസ് മറച്ചെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് ഒറ്റ സിമ്പിളായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടില് സുനാമി വരാൻ പോകുന്ന വെക്കുക അല്ല, മുല്ലപ്പെരിയാർ പൊട്ടാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ മെയിനായുള്ള ഈ മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി ഇത് പൊട്ടുന്നുള്ളത്. ആളെന്താ ചെയ്യാ? വേണ്ട അതോറിറ്റീനെ അറിയിച്ചിട്ട് മാറ്റാനുള്ള കാര്യങ്ങളും എങ്ങനെ സേഫ് ആക്കണം എന്നല്ലേ നോക്കുള്ളൂ അല്ലേ? അല്ലാതെ ഇത് പൊട്ടിയിട്ട് ഇനി ബാക്കിയൊക്കെ ആവാന്നാണോ ചിന്തിക്കുക? ഞങ്ങളും അറിഞ്ഞപ്പോൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരോട് അറിയിച്ചു, അത്രമാത്രം ഞങ്ങൾ ചെയ്തുള്ളൂ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചോദ്യം വരില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. അത്ര
അത്രേ ഉള്ളൂ. അത് നമ്മള് ഒരാൾ നല്ല രീതിക്ക് എടുക്കണോ നല്ല രീതിക്ക് എടുക്കാം, നെഗറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കാം, രണ്ട് രീതിക്കും ഇത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചിന്തിച്ചത് നല്ല രീതിക്കാണ് ഞാൻ കാര്യം. ആ ടോപ്പിക്ക് നമ്മൾ വിട്ടതല്ലേ, പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യം. അല്ല, ചോദിച്ചാൽ മറുപടി ആയിട്ട് കൊടുത്തു. നാളെ എനിക്കൊരു സ്ഥലം വരെ പോവാണ്ടിരിക്കാം. അത് ആദ്യം ഞാൻ ഇന്ന് നാളെ രാവിലെ പോവാണ്ട് ഗുരുവായൂർ എനിക്ക് പോണം. കാത്തു എനിക്കൊന്നും കാത്തുവിന് ഇഷ്ടമാണ്. കാത്തുവിന് സ്മൈലായിട്ടുണ്ട്. എന്നും വീഡിയോ കാണാറുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടം തന്നെ. ഹായ് പറയും. ഒത്തിരി ദൂരെ നിന്ന് അംബിക കാസർഗോഡ് നട്ട. ഹായ്, താങ്ക് യു. ഇനിയും കാണാൻ സപ്പോർട്ട് ചെയ്യാം. കാസർഗോഡൊക്കെ ഞങ്ങൾ വരുമ്പോ മീറ്റ് ചെയ്യാൻ പറ്റിയാണ് മീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി അടുത്തതില് 2 പേരുകൾ നമുക്ക് പറയാൻ പറ്റാത്ത പേരുകളാണ്. എന്തിനാണ്, പിന്നെ 2 പേരുകൾ നിങ്ങൾക്ക് കൂട്ടി വായിക്കാൻ പറ്റും. നിങ്ങളോട് ഇത്ര വൈരാഗ്യം, നിങ്ങൾക്ക് ആദ്യമേ അവരുടെ കാര്യത്തിൽ ഇരുന്നൂടെ. സത്യം സത്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്തൊരു സത്യം ഞങ്ങൾ ഇടപെട്ടതല്ല, ഞങ്ങൾ മണ്ടി കൊണ്ടു വന്നതാണ്. ഈ വ്യക്തി ഒരാൾ എന്നോട് കഥകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കും. നമ്മളെ ഫാമിലിത്തെ ഒരു ഇതാകുമ്പോൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ. അല്ല ഞാനായിട്ട് ഒരാൾ ഇടപെടാനോ ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് പോയി ചോദിക്കാനോ നിൽക്കാറില്ല. സത്യം പറഞ്ഞ ഇവന്റെ പണ്ടത്തെ കഥകൾ പോലും ഇവരെ പ്ലേ എന്നോട് പറയാനല്ല ഞാൻ ചോദിക്കാറുണ്ട. ഞാൻ ഒന്നിലേക്ക് ഇടപെടേണ്ട ഒരാളല്ല. നമ്മളെ പ്രശ്നങ്ങളാണ്, നമ്മളിങ്ങനെയാണ്. അപ്പൊ നമ്മളേത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ. പിന്നെ വൈരാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നുണകൾ പറയുമ്പോ മറ്റുള്ളവർ കണ്ടെത്തുമ്പോ നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചില വൈരാഗ്യം ആയിരിക്കാം, എനിക്കറിയില്ല. അത് എന്തിനെ ആർക്കും വൈരാഗ്യം ഉണ്ടായിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. എൻജോയ് ലൈഫ്. ഇനി നമ്മൾ എൻജോയ് ചെയ്യും. ഇനി നമ്മൾ ഒരുപാട് യാത്രകൾ പോവും. അടിപൊളിയാവണം പ്രതീക്ഷയുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചു കേട്ടോ, നിങ്ങൾ ഏത് ട്രാവൽ ഏജൻസിയിലൂടെ പോയെന്നുള്ളത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് കുറേ പേര് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കും. അങ്ങനെ പിന്നെ വീടില്ലാതെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പൊന്നു ശരി, ഇപ്പോൾ നിങ്ങളാണ് അമ്മയ്ക്കും അച്ഛനും സ്നേഹിക്കുന്നത്. അത് സന്തോഷം. ഞാൻ പറഞ്ഞെ ഇപ്പൊ ഇവരെ അല്ല, ഒരു മിനിറ്റ്, ആ ചോദ്യത്തിന് മുന്നേ ഞാൻ പറഞ്ഞത് ഇവരെ സ്നേഹിക്കണ പലരും പറയുന്നുണ്ട് ഇവർക്ക് കിട്ടാനാണ്, സ്വത്ത് കിട്ടാനാണ്, മറ്റേത് കിട്ടാനാണ്, മറ്റേ പരിപാടിക്ക് വേണ്ടി വെച്ച സ്വർണ്ണം കിട്ടാനാണ്, അത് കിട്ടാനാണ്, ഇത് കിട്ടാൻ. ഞാൻ ഒരു കാര്യം തന്നെ, നമ്മൾ ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ കാര്യം വന്നിട്ടുള്ളൂ. ആ ഒരു നിലപാടിൽ ഞങ്ങൾ ഇന്നും എന്നും ഉറച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. വേണ്ട, കാരണം എന്തുണ്ടെങ്കിലും പിള്ളേർക്ക് കല്യാണം ഇപ്പൊ നിങ്ങൾ ഞാൻ കല്യാണം മുടക്കാൻ ശ്രമിച്ചത്. ഞാൻ എന്തിനാ പറഞ്ഞത്? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ. എനിക്കൊന്നും വീഡിയോയിൽ പറഞ്ഞോണ്ട് എനിക്കറിയില്ല. ഈ വ്യക്തിയുടെ കല്യാണം ആകുമ്പോൾ എനിക്ക് ഗോൾഡ് മേടിച്ച് തരാമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാം, എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണത്തിന് എനിക്കൊന്നും മേടിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഈ വ്യക്തിയുടെ കല്യാണം ആകുമ്പോൾ നിനക്ക് കൂടി ഗോൾഡ് എടുത്ത് തരാം എന്നുള്ളത്. അന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ഇന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനമ്മയുടെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പ്രശ്നങ്ങളും അവരുടെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 1 രൂപയ്ക്ക് പോലും ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്ക് ഞങ്ങൾ പോകാറില്ല. അച്ഛൻ്റെ അമ്മയിൽ ഞങ്ങൾ കട മേടിക്കാറുണ്ട്. അവരിൽ വല്ല ആശീർവാദം ഞങ്ങൾ അവർക്കും കൊടുക്കാറുണ്ട്. അത് കറക്റ്റ് ടൈമാകുമ്പോൾ അവരാണെങ്കിൽ ഞങ്ങൾക്ക് റിട്ടേൺ തരും, ഞങ്ങളാണെങ്കിലും അവർക്ക് റിട്ടേൺ കാശ് കൊടുക്കും. അല്ലാതെ ഓശിന് ഞങ്ങൾ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല. അത് എൻ്റെ ഫാമിലി എന്നല്ല അവൻ്റെ ഫാമിലി ഞങ്ങൾ ഒരാളെയൊന്നും ആഗ്രഹിക്കില്ല. നമുക്ക് ആവുന്നുണ്ട്, നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒറ്റ മൈൻഡ് ഞങ്ങളിലുള്ളൂ. ഉണ്ടാക്കാൻ പറ്റാതെയാണ് ഞങ്ങൾ ഉണ്ടാക്കും, അല്ലാതെ ഉള്ളതും മതിയോ സമാധാനമായിട്ട് തന്നെ ജീവിക്കുക. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് 1 രൂപ ഒരാളെ വെറുതെ കിട്ടണം. അല്ലാതെ ആ വ്യക്തിയുടെ കല്യാണം മുടക്കിയിട്ട് അത് എനിക്ക് മേടിച്ചു വയ്ക്കാനൊന്നുമല്ല. ഞാൻ അന്ന് അമ്മ എനിക്ക് ഗോൾഡ് മേടിച്ചു തരാന്ന് പറയുമ്പോഴും എന്തെനിക്ക് മേടിച്ചു തരാന്നോ എനിക്ക് എന്തെങ്കിലും തരാമെന്ന് എൻ്റെ അമ്മ പറയും. ഞാൻ ആദ്യം പറയാറ് അത് ഉണ്ണികൾക്ക് വേണ്ടി മാറ്റി വെച്ചോ, അവരാരെയും നോക്കണ്ടേ. ഞങ്ങളിപ്പോൾ കുഴപ്പമില്ല, വർക്കും കാര്യങ്ങളായിട്ട് തട്ടിമുട്ടി ജീവിക്കാനുള്ള വരുമാനം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ജീവിച്ച് പോകുന്നുണ്ട്. ഉണ്ണിയാളെ ഇനി സെറ്റാക്കണ്ട, അവർക്ക് വേണ്ടി മാറ്റി വെച്ചോ തന്നെ ഞാനും പറയാറ്. ദൈവം സഹായിച്ച എൻ്റെ ഭർത്താവും പറയാറ്.
എനിക്ക് എൻ്റെ ഭർത്താവിന് അങ്ങനെ അവരെ നിന്നൊന്നും മേടിക്കണം എന്നുള്ള ആർത്തിയോ മൈൻഡും ഞങ്ങളേലില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ മിണ്ടുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ടാണ്, ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആരോടും മിണ്ടണം, സ്നേഹിക്കണം. അടി ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ അമ്മോട് അടി ഉണ്ടാക്കാറുണ്ട്, ബേബി അമ്മോട് അടി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അടി ഒരിക്കലും വൈരാഗ്യത്തെ പോവില്ല. അടി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ ആ സ്വാഭാവികമായി പിണക്കം മാറും. അമ്മ മക്കൾ എന്നുള്ള നിലയ്ക്ക് പിണക്കം മാറും. അല്ലാതെ ഞാൻ അവരോട് ലൈഫിൽ ഒരിക്കലും മിണ്ടില്ല എന്നോ അങ്ങനെ വെറുപ്പ് വയ്ക്കാറില്ല. ഞങ്ങളുടെ ഇടയിൽ തല്ലുണ്ടാക്കും, പിണക്കം മാറ്റും, അത്രയൊക്കെ ഉള്ളൂ. അതൊരു അമ്മയും അച്ഛനും മക്കളാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അല്ലാതെ അവരെ ഒന്നും കണ്ടിട്ട് ഞങ്ങളൊന്നും നിൽക്കാറില്ല. അല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടായിക്കൂടെ, വെറുതെ അവരെ കൈ വിടരുത്, പാവം അവർ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവരെ ഈ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്കതിന് കൈവിടേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനാ നമ്മൾ കൈവിടേണ്ടത്? നമ്മളൊരാളും ഞങ്ങളൊരാളും കൈവിട്ടിട്ടില്ല. ഞങ്ങൾക്കറിയാം അവരെങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഈ പറയണവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കറിയാലോ ഇതെങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ നടത്തണം എന്നുള്ള. നാളത്തെ ഒരു ദിവസം ആലോചിച്ചാൽ എൻ്റെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും. അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമം. ചിരിച്ചോണ്ട് എന്താ പറയാ വിഷമിക്കുന്ന നൂറാട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് നൂറാട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരിക്കും നാളെ ആവണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് അതെന്തായാലും അതിന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതില്ല. കാരണം എനിക്ക് പിന്നെ നഷ്ടപ്പെടും. ഇന്നിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ സ്നേഹിച്ച ആളും കൂടെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ഒരു വർഷത്തെ വിഷമം കണ്ടില്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോകും. അല്ല, ഇപ്പൊ ഈ വ്യക്തി കേസിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം അത് കാരണമാണ് അവർക്ക് ഇത്ര വിഷമം. അല്ല, അവർക്ക് ഇത്ര വിഷമം വരാൻ കാരണം അതാണ്. കാരണം എല്ലാം ചെയ്തും അതിന്റെ ഇത്. അപ്പൊ നാളത്തെ ഒരു അവര് ഒരു ഭാഗത്ത് മൂല്യം അല്ലെങ്കിൽ ഈ ഒരു കേസ് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കേസ് മൂല്യം ഒരു മൈൻഡിലെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തി കേസിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കേസ് ഉണ്ടായപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ഡേറ്റ് അറിഞ്ഞത്. അപ്പം അതിൻ്റെ വിഷമം അമ്മ എപ്പോഴും പറയണ എന്താ ഈ പരിപാടി, ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും കല്ലേക്കും ഇട്ട് കുറച്ചേരം അമ്മേനെ ഇന്ന് മൂവിയിട്ടിരിക്കും. അപ്പം എന്താ ചെറിയാത്ത എന്താ ഉണ്ടാത്ത വെച്ചാൽ അമ്മയ്ക്ക് അമ്മേൻ്റെതായ വിഷമങ്ങളുണ്ട്. നമുക്ക് ആലോചിച്ചറിയാം. കുറേയൊക്കെ തോന്നുന്നു ഞങ്ങളത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ പൊട്ടത്തല കുറച്ച് ചിരിച്ച് അറിഞ്ഞ് നടക്കും. ഇതെല്ലാം പറയോടെ ഞങ്ങൾ പൊന്നു മരിച്ചു എന്നാണ് അച്ഛൻ. ഞാൻ ഒളിച്ചോടി പോയപ്പോ എനിക്ക് ആ പെൺകുട്ടി എഴുതിയത് എന്താണെന്ന് മനസ്സിലായില്ല പറഞ്ഞത്. എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായത് ആര്യനടിന്ന് ഉദ്ദേശിച്ചു. എനിക്ക് എഴുതിക്കുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലായ. ഇപ്പോൾ പൊന്നും പുണ്യാളത്തി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇന്നും ഞാൻ എൻ്റെ വീട്ടില് അന്ന് എൻ്റെ അച്ഛനും എനിക്ക് ഇത്രയും വിഷമം വരാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. പണ്ടൊട്ടേ ഞാൻ ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഒരാളാണ്. ഇപ്പോഴും പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇഷ്ടം എനിക്കൊരിക്കലും കൈവിടാൻ പറ്റില്ല. അങ്ങനെയൊരു ഇത് വന്നപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഇടയിൽ പെട്ടു. എനിക്ക് ഫാമിലിയും വേണം ഇവനും വേണം. അതിൻ്റെ ഇടയിൽ ഇവന്റെ കേസ് സമ്മതിച്ചേനെ. അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ഒന്നിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കളിച്ചു. എൻ്റെ അച്ഛനും ഇവനെ വെറുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കളിച്ചു. ആ ഒരു വെറുപ്പിന്റെ ഇടയില് അച്ഛനും നമുക്ക് ഇവനെ സ്വീകരിക്കാൻ പറ്റിയില്ല. നാട്ടിൽ എനിക്ക് എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒളിച്ചോടി പോണ്ടി വന്നു. അത്രയും നാൾ അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോള് പോയൊരു ആ ഒരു വിഷമത്തിലാണ് അവരത് പറഞ്ഞത്. അതിന് ശേഷം അവർ പിണക്കം മാറ്റിയപ്പോൾ അവരെൻ്റെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ. അമ്മയ്ക്ക് അച്ഛനും പണ്ടൊട്ടേ ഇവന് ഇഷ്ടമുള്ള ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മുന്നേ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ടൈം തൊട്ടേ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ഇവൻ. അതിൻ്റെ ഇടയിൽ ഇവനെ വൈരാഗ്യം വരുത്തിയതാക്കാൻ ഇങ്ങനെ ഓരോരുത്തരെ ഇവൻ്റെ ഒരു നോട്ടത്തിന് ഇവൻ്റെ ഒരു ചിരിക്കടക്കം ഡബിൾ മീനിങ് ഉണ്ടാക്കി കൊടുത്തു. നമ്മളെ മനസ്സിൽ ദൃശ്യം സിനിമയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയെന്ന് ആ സത്യമാണ്. ഒരാഴ്ച അടിച്ചേൽപ്പിച്ചതാണ്. അത് കുറച്ച് റിയാലിറ്റി മനസ്സിലാക്കി അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
അതെന്തെങ്കിലും ശരിയുള്ളതുകൊണ്ടാ, അത്രയും തെച്ച മതി. ഇപ്പൊ വലിയ പുണ്യാളത്തി ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാലോ, ദൈവം ഉള്ളതെല്ലാം ചെയ്യിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോ എന്റെ എന്തെങ്കിലും ശരി ഉണ്ടായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഒന്നും പറയാനില്ല, ഇഷ്ടം മാത്രം. അമ്മയും അച്ഛനെ നോക്കിക്കോളോട്ടാ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിച്ചാലോ? അച്ഛൻ്റെ അമ്മയെ നോക്കിക്കോളോട്ടോ. കാരണം ലെങ്ത് കൂടുതലായി. ഇതിന്റെ ബാക്കി പത്രം നമുക്ക് നാളെ ഇടാം. ഓക്കെ, അത്ര കഴിഞ്ഞല്ലോ. ആയി. മറ്റേത് 10 മിനിറ്റും ഇതാകുമ്പോ കട്ടാക്കിയപ്പോ ഇതാ പൊന്നോ. ഇത് കൂടി വെച്ചിട്ടോ. ഓക്കെ, നിനക്കൊരു കയ്യെടുക്കാന്നുണ്ട്. കാരണം സ്വഭാവത്തിനായിരിക്കാം, അറിയില്ല, പൂതർ സ്വഭാവത്തിനായിരിക്കാം. ഇത്രയും പേഴ്സണലായി നടക്കുമ്പോൾ, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ചേട്ടനെയും പൊന്നുവിനെയും കൂടിയാണ്. നിന്ന് ചേട്ടനും പൊന്നുവിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഫാമിലി ഫുൾ പോസിറ്റീവ് ആക്കി വെക്കുന്നത് സത്യാട്ടാ. എന്താ പറയാ, അത് ഞാൻ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും വീട്ടിലിത്ര വിഷമവും. അന്ന് ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വർക്കിന് പോകേണ്ടി വന്ന ടൈമിലും അന്ന് എൻ്റെ അമ്മ മൂഡ് ഓഫാണ്. പുണ്യങ്ങളും ഫാമിലി മൊത്തത്തിൽ മൂഡ് ഓഫ്, അവരും എനിക്ക് തളർന്നു പോയി. അപ്പോൾ അവരെ കൊണ്ടുപോകണു. അവർക്ക് അതിനിടയ്ക്ക് അവർക്ക് ഇങ്ങനെ കളിപ്പാട്ടുള്ള മിഠായികളൊന്നും മേടിച്ചു കൊടുക്കാറ്. അന്ന് കളിപ്പാട്ടുള്ള മിഠായി മേടിച്ചു എന്താ പറ്റി അല്ല. ഇപ്പൊ അവര് ഹാപ്പി ആയിരിക്കുന്ന ടൈം. കാരണം ഇപ്പൊ മൊത്തത്തിൽ സൈലന്റ് ഇങ്ങനെ അവർ ഭയങ്കര വിഷമമാണ്. അപ്പൊ അവരെ നമ്മളെ വിഷമം അറിയിക്കരുത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് പോകേണ്ടത് പോകുമ്പോഴേ അച്ഛനോടും അമ്മോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാശ് എടുത്തോളാം, നിങ്ങളും വായോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനമ്മ സമ്മതിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ റിട്ടേൺ ഞങ്ങൾ പേരും വിളിക്കും. ഞങ്ങൾ മണാലി നിന്നിട്ട് തന്നെ മൂന്നാർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യും. അത് പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മണാലിയിൽ നിന്ന് ഇറങ്ങി പുലർച്ചെ 2 മണിക്ക് ഞങ്ങൾ വീടെത്തി. 11 മണിക്ക് എനിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് അല്ലേ. ലാൻഡ് ചെയ്ത് 2 മണി എനിക്ക് വീടെത്തി. 5 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ച് മൂന്നാറിൽ പോയി പുലർച്ചെ. ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്നത് എനിക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാനുള്ള ടൈമായിരുന്നു. ഡ്രസ്സ് പാക്ക് ചെയ്തൊന്ന് ഫ്രഷ് ആവുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈം മാത്രം വെച്ച് ഞങ്ങൾ മൂന്നാർക്ക് പോയതും അവിടെ പോയപ്പോൾ റിട്ടേൺ വരുന്ന എനിക്ക് വെയിറ്റ് എന്ന് ചോദിച്ചാൽ അച്ഛനമ്മ ഹാപ്പിയല്ലേ, അച്ഛനമ്മ ഹാപ്പിയല്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചതിനെ കുറിച്ച് എൻ്റെ അമ്മ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ അമ്മയും അച്ഛൻ ഹാപ്പിയാണോ നോക്കുന്നത്. ഇവിടെ ഉള്ളിടത്തോളം കാലം വരയ്ക്കും. ഇവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവര് ഇവൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം വരയ്ക്കും അവർ ഹാപ്പിയാണോ നോക്കുക. അത് എൻ്റെ കേസിലാണെങ്കിലും കാത്തോൻ്റെ കേസിലാണെങ്കിലും എൻ്റെ അച്ഛനമ്മയുടെ കേസിലാണെങ്കിലും ഇവന് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഇവന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. എന്റെ ഫാമിലിയുടെ കേസില് ഇപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരെ എപ്പോ അവരുടെ കൂട്ടത്തുനിന്ന് പോകണം അപ്പോഴാണ് അവർ ഓക്കെ ഉള്ളു. അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ലാതെ ചാടിക്കയറൊന്നും ചെയ്യാം. അതല്ല, ഇവൻ അവിടെ ഉള്ളപ്പോ അവരാദ്യമൊക്കെ ഇവന്റെ കൊണ്ട് പറ്റുന്ന പോലെ അന്ന് ഇവന് എന്താണ് പറ്റുന്നത് അതേപോലെ ഇവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞെ എപ്പോഴും നമ്മുടെ ലൈഫ് എന്താ പറയാ ഉയർച്ചയിൽ മാത്രം നല്ല മനസ്സ് വെച്ചിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവസാനം തിരിച്ചു പണി കിട്ടും. ആ ഒരു കേസിലേക്ക് തോന്നിട്ട് ഒരേ സ്വഭാവം അത് അല്ലേ. എത്ര ഉണ്ടെങ്കിലും നമ്മളൊരു വിഷമം കാണി എന്തെങ്കിലും കണ്ട് ഞങ്ങൾ മനസ്സ് പെട്ടെന്ന് മാറും, ഇളകുകയും ചെയ്യും. നമ്മളെ സ്വന്തം എന്നുള്ള നിലയ്ക്കാണ്. എൻ്റെ ഒരു അമ്മ, ഞാനോ ഇങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണും, സ്നേഹിക്കും. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അല്ലാതെ ഒരാളെ പോലെ നമ്മളെ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കൊക്കെ അവരെ ബാക്കിയുള്ളവരെ പോലെ ഒരാൾക്കാരായിരിക്കും നമ്മള്. പണി എന്താ പറയാ, പണി കിട്ടിയാ പഠിക്കും, അത്ര ലൈഫ് അങ്ങനെയാണ്. മടുക്കില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ചെയ്യാതെ ലോകത്ത് എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് എന്നും നെഗറ്റീവ് മാത്രം. അതുകൂടി പറഞ്ഞു കുറ്റം പറഞ്ഞ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കത് തിരുത്താൻ പറ്റില്ല നമ്മളെ ഈ ലോകത്തുനിന്ന്. അതൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ഇപ്പൊ ഞാൻ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കണം. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറും ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് വേദനയോ കാര്യങ്ങളോ നമ്മൾ അനുഭവിക്കില്ല. അത് നമ്മുടെ ഭാഗത്ത് തന്നെ തെറ്റാണ്. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കാണുന്ന ഒരു പരിപാടിയല്ല ഇത്. ചെയ്തതും ഇപ്പൊ ഉണ്ടായിട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല അത് വിട്, കഴിഞ്ഞു. അല്ല അതാണ് ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് പോണ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ അത് നിങ്ങൾ ആദ്യം ബോധത്തോടെ ഒരു പ്രണയ വിവാഹം അറേഞ്ച് മാരേജ് നമ്മൾ കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനെ യോജിച്ച് ആലോചിച്ച് നോക്കുക, എന്താണ് എങ്ങനെയാണ്
അത് ചെയ്ത് ശരിയാണോ ചെയ്യാ, അല്ലാതെ ഇതിന് രണ്ടിനും കൂടിയിട്ട് ഒറ്റ ത്രാസിലിട്ട് തൂക്കാൻ പറ്റില്ല. ഇത് രണ്ട് തരത്തിലാണ്. ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ അവരോട് പറഞ്ഞത് എൻ്റെ അച്ഛനമ്മനും അവനെ സ്നേഹിച്ച അവർക്ക് ഇഷ്ടപ്പെടും പറഞ്ഞിട്ടുണ്ടാ. അങ്ങനെ ഇവൻ സ്നേഹിക്കലും അവർക്ക് ഇഷ്ടപ്പെടലൊക്കെ നടത്താം. പിന്നെ ഉണ്ടായതെല്ലാം ഞാൻ വിശ്വസിച്ചവരെന്നെ എനിക്ക് തന്ന പണിയായിരുന്നു. അല്ല ഇന്നും നമുക്ക് നെഗറ്റീവ് വന്നോണ്ടിരിക്കട്ട ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഞങ്ങളുടെ മാരേജ് ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് വന്നെത്തിയത്. അല്ല ഞങ്ങൾ പൊട്ടായിട്ടല്ല, ഞങ്ങള് ഇപ്പോഴേക്കും നന്നായി ജീവിക്കുന്ന കാണുന്നു. എന്നിട്ട് പോലും ഒന്നാമത്തെ കേസ് എന്താ അറിയോ, ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. കുറ്റം പറയാൻ നമ്മളിപ്പോ വീഡിയോ വെക്കുന്ന ഇത് പറയുമ്പോൾ പലരുടെ ധാരണയിലുള്ളത് നമ്മൾ വെക്കില്ല, ഒരു വെറും വാക്ക് പറയാണ്. എന്താ പറയാ, അത് മറ്റുള്ളവരെ എന്താ പറയാ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വളർച്ച കാണുമ്പോൾ തളർത്തുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി വീഡിയോ ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സഹിച്ച് കുഴപ്പമില്ല, മുന്നോട്ട് പറ്റൂലേ. എന്നാലും നമുക്ക് അതിൻ്റെ വലിയ എന്തെങ്കിലും വരുമെന്ന് അറിയില്ല, പറ്റൂലെന്ന് അറിയില്ല. പക്ഷെ അതൊരാളുടെ സ്വപ്നമാണ്, ഒരു വീടെന്ന് വെച്ച ഒരു വ്യക്തിയുടെ സ്വപ്നമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ല, മോഷ്ടിച്ചിട്ടൊന്നുമല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നതും. എന്തിനാ പിന്നെ വെറുതെ ഒരാൾക്ക് തളർത്തുന്നത്? എന്ത് തെറ്റാ എന്നോട് നെഗറ്റീവ് ഇടുന്ന വ്യക്തികളോട് എനിക്ക് ചോദിക്കണം, ഞാൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്? എനിക്ക് എന്താ അറിയാത്ത, ഞാൻ എന്ത് തെറ്റാണ് ആ ആൾക്കാരോട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് നെഗറ്റീവ് വരാൻ ആഗ്രഹിക്കുന്നില്ല. വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായോണ്ടായിരിക്കും. എനിക്കിങ്ങനെ ഞങ്ങളെ കല്യാണം എനിക്കറിയാം ഇങ്ങനെ മുന്നേ ഇങ്ങനെ പ്രശ്നം ഇതുണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര നെഗറ്റീവ് വരുമെന്ന്. അപ്പോൾ ആ കാര്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷെ കുറച്ച് സാഹചര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല, അതുകൊണ്ടല്ലേ. അല്ല ആരാണ് ഒരാൾക്ക് ചീത്ത പരിപാടി ഇങ്ങനെ കാണിച്ചു കൂട്ടുക? അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരല്ലേ പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ ലാഗായതിൻ്റെ വിഷമം അറിയിക്കണം. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഇന്നത്തേക്ക് ബായ്. നാളെ എനിക്കൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ വീഡിയോ നാളെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഞാനൊക്കെ ആയിരുന്നു. പല സ്വപ്നങ്ങളും കാര്യങ്ങളും കണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഒറ്റയടിക്ക് ബും എന്ന് പറഞ്ഞ ബൂം പൊട്ടണ പോലെ പൊട്ടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ആ ഒരു മംഗളകർമ്മം നല്ല രീതിയിൽ തന്നെ അവിടെ തീരട്ടെ, അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ലൈഫ് മുന്നോട്ട് പോകട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരാളും ഇത് പറഞ്ഞ പോലെ നശിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ലൈഫാണ്, നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, അത് മറ്റുള്ളവരറിയാതെ അവർ രണ്ടാളെ ലൈഫിൽ ഒതുക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അല്ല പറഞ്ഞ ബൈ.